മധുരാധിപന്റെ പുല്ലാങ്കുഴൽ എപ്പോൾ വായിക്കുമെന്നറിയില്ല. എപ്പോഴായിരിക്കും ഇവരുടെ എല്ലാം മനസ്സിൽ മറ്റുള്ളവരോട് ബഹുമാനവും ദയയും ഉണ്ടാകുന്നത്? ബൈറാം ഖാനും ജലാലും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ കഥ കാട്ടുതീ പോലെ മുഴുവൻ ഹിന്ദുസ്ഥാനിലും പരന്നു. എല്ലാവർക്കും ഇതറിയാമായിരുന്നു ജലാൽ ബൈറാം ഖാന്റെ കയ്യിലെ കളിപ്പാവയായിരുന്നുവെന്ന്. പിന്നെ അയാൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ബൈറാം ഖാനെ നേരിടുക? ഇപ്പോൾ ജലാലിന്റെ മുന്നിൽ നിന്ന് അത് സ്വയം തെളിയിക്കുക എന്ന വെല്ലുവിളിയാണ് ഉണ്ടാവുക. അയാൾ സ്ഥാപിക്കണമായിരുന്നു ബൈറാം ഖാനില്ലെങ്കിൽ പോലും അദ്ദേഹം ഒരു കഴിവുള്ള ഷെഹൻഷായാണെന്ന്. പക്ഷേ അയാളുടെ ഖാൻ ബാബയെ യുദ്ധത്തിൽ എങ്ങനെയാണ് നേരിടുക? ആഗ്രയിൽ ജലാൽ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ചിന്തിക്കുകയായിരുന്നു. എന്നാൽ അവിടെ രജപുത്ര സമൂഹത്തിലും രാജാക്കന്മാർക്കിടയിലും ഈ വാർത്ത പരന്നു. ബൈറാം ഖാനും ജലാലിനുമിടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ മുതലെടുക്കുന്നതിനായി എല്ലാവരും തയ്യാറായിരിക്കുകയായിരുന്നു. വളരെ നല്ല അവസരമാണ്. ജ്യോതിക്ക് നൽകിയ വാക്ക് പൂർത്തിയാക്കാനുള്ള. ബൈറാം ഖാനിൽ നിന്ന് വേർപിരിഞ്ഞതോടെ ജലാൽ കൂടുതൽ നിസ്സഹായനായിട്ടുണ്ട്. ഇപ്പോ അയാളെ തോൽപ്പിക്കുക എന്നത് അത്ര പ്രയാസമേറിയ കാര്യമല്ല. ജലാലിന്റെ ആയുധവും അയാളുടെ ബുദ്ധിയും രണ്ടും ബൈറാം ഖാനായിരുന്നു. അയാൾ പോയതോടെ ജലാലിൽ പഴയ ധൈര്യം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. അതുപോലെ സ്വന്തം സുരക്ഷയ്ക്കായി ഒരു ആശ്രയവും. ശരിയായ അവസരം ഇതാണ്. ഒരു ഭാഗത്ത് ജലാലിന്റെ ശത്രുക്കൾ അദ്ദേഹത്തിന്റെ നിസ്സഹായത ആഘോഷമാക്കുകയായിരുന്നു. എന്നാൽ മറുവശത്ത് ജലാൽ സ്വയം ഷെഹൻഷായാണെന്ന് തെളിയിക്കാനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു. എത്ര കാലം അങ്ങിങ്ങനെ നിസ്സഹായനായിരിക്കും ജലാൽ? ബൈറാം ഖാൻ എന്ന ഒരേ ഒരാളുടെ സഹായമില്ലെങ്കിൽ അങ്ങേക്ക് ഹിന്ദുസ്ഥാൻ ഭരിക്കാൻ കഴിയില്ലെന്നുണ്ടോ? കുറ്റവാളിയായിരിക്കുകയാണ് ബൈറാം ഖാൻ. മുഗൾ വംശത്തിന്റെ അധികാരിയാകാൻ അയാൾ ഇപ്പോൾ യോഗ്യനയല്ല. ബൈറാം ഖാന്റെ കാര്യത്തിൽ അങ്ങ് ജലാലായല്ല, ഷെഹൻഷായാണ് തീരുമാനമെടുക്കേണ്ടത്. ഏതൊരു കുറ്റവാളിക്കും ലഭിക്കുന്ന ശിക്ഷ എന്താണോ അതേ ശിക്ഷ തന്നെ ബൈറാം ഖാനും നൽകേണ്ടതാണ്. ജലാൽ, നിന്റെ പിതാവ് ബാദ്ഷാ ഹുമയൂൺ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായെന്നുള്ളത് സത്യമാണ്. എങ്കിലും നീ ഒരിക്കലും ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കേണ്ട. ഈ ബൈറാം ഖാൻ എപ്പോഴും നിന്നോടൊപ്പമുണ്ട്. നിന്റെ പിതാവിന്റെ സ്ഥാനത്ത്, നിന്റെ രക്ഷാധികാരിയായി, നിന്റെ ഉപദേഷ്ടാവായി, നിന്റെ ശക്തിയായി. നീ ഈ ഹിന്ദുസ്ഥാന്റെ അവകാശിയാണ്. മകനെ, ഒരു കാര്യം ഓർമ്മ വേണം. ബാദ്ഷാ ഒരിക്കലും ഇങ്ങനെ കരയാൻ പാടില്ല. കരയേണ്ടതെപ്പോഴും നമ്മുടെ ശത്രുക്കളായിരിക്കണം. നീ ഇന്നു മുതൽ ഈ മുഴുവൻ ഹിന്ദുസ്ഥാന്റെയും ബാദ്ഷയാണ്. മുഗൾ വംശത്തിന്റെ ഷെഹൻഷായും ഹിന്ദുസ്ഥാന്റെ ബാദ്ഷായുമായ ജലാലുദ്ദീൻ മുഹമ്മദ് വിജയിക്കട്ടെ. മുഗൾ വംശത്തിന്റെ ഷെഹൻഷായും ഹിന്ദുസ്ഥാന്റെ ബാദ്ഷായുമായ ജലാലുദ്ദീൻ മുഹമ്മദ് വിജയിക്കട്ടെ, വിജയിക്കട്ടെ. ബൈറാം ഖാനുമായി ഏറ്റുമുട്ടാൻ പോവുകയാണോ ജലാൽ? ഷെഹൻഷാ ഒരു പാപിയെ ശിക്ഷിക്കാൻ പോവുകയാണ് മഹാറാണി ഹമീദ. പാപിയോ? ആരാണ് ജലാലിനെ സംരക്ഷിക്കാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടത്? അയാള് പാപിയോ? മഹാമഗയ്ക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും ജലാൽ, പക്ഷെ നമുക്കാകില്ല. നിന്റെ അച്ഛന്റെ സൽപ്പേര് നിലനിർത്താനായി നിന്നെ സഹായിച്ച ആളാണ് ബൈറാം ഖാൻ. നിന്റെ നേരെ വന്ന എല്ലാ വാൾമുനകളെയും അദ്ദേഹമാണ് ഏറ്റുവാങ്ങിയത്. മഹാറാണി തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് ഷെഹൻഷാ. നാം സമ്മതിക്കുന്നു ഷെഹൻഷായെ രക്ഷിക്കാനായി ബൈറാം ഖാൻ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ടെന്ന്.
നാം ഇതും സമ്മതിക്കുന്നു, ജലാലിനെ ഹിന്ദുസ്ഥാന്റെ മുഴുവൻ അധികാരിയാക്കിക്കൊണ്ട് അദ്ദേഹം ഷെഹൻഷായാക്കി മാറ്റിയെന്ന്. പക്ഷേ അത് ഇതിനു വേണ്ടിയായിരുന്നു, ഷെഹൻഷായെ ഉപയോഗിച്ച് സ്വന്തം ആജ്ഞ നടപ്പിലാക്കാൻ. ഭൈരാൻ ഖാൻ ജലാലിനെ മകനായിട്ടാണ് കാണുന്നത് മഹാമംഗ. പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കൂ മഹാറാണി. ജലാലിനെ ഞാനും മകനായി കണ്ട് പരിപാലിച്ചു, പാല് കൊടുത്തു വളർത്തി. പക്ഷേ ഇതുവരെ അവനിൽ നാം സ്വന്തം അധികാരം സ്ഥാപിച്ചിട്ടില്ല. അവന്റെ തീരുമാനത്തിനെതിരായി പ്രവർത്തിച്ചിട്ടുമില്ല. ബൈറാം ഖാൻ ഷെഹൻഷായ്ക്ക് വേണ്ടി എന്തൊക്കെയാണോ സഹിച്ചിട്ടുള്ളത് അതിന്റെ എല്ലാം മൂല്യവും വസൂലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് അയാൾ അതിന് നൽകിയ വില ഹിന്ദുസ്ഥാന്റെ അഭിമാനത്തെക്കാളും ഷെഹൻഷായുടെ അഭിമാനത്തെക്കാളും വിലയേറിയതായിരിക്കുകയാണ്. അതുകൊണ്ട് ഷെഹൻഷാ, അങ്ങിപ്പോ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് ശരിക്കും സത്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം 3 സ്ത്രീകളുടെ വാക്ക് മാത്രമേ കേട്ടിട്ടുള്ളൂ. വല്യുമ്മയുടെ, ഉമ്മായുടെ, പിന്നെ നിന്റെയും റുക്കിയ. ഇന്നുവരെ ഒരു കാര്യത്തിലും ഇവർ രണ്ടുപേരുടെയും അഭിപ്രായം ഒന്നുപോലെ ആയിട്ടില്ല. അതുകൊണ്ട് നാം നിന്നോട് ചോദിക്കുകയാണ് റുക്കിയ, പറയൂ നമ്മോട്, നാം എന്താണ് ചെയ്യേണ്ടത്? ആര് പറയുന്നതാണ് കേൾക്കേണ്ടത്? വല്യുമ്മയുടേതാണോ അതോ ഉമ്മയുടേതോ? അങ്ങയുടെ ഉമ്മ പറയുന്നതാണ് ശരി. ഹമീദ ബീഗം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു ജലാൽ. ബീഗം പറഞ്ഞത് ശരിയാണ്. ബൈരാൻ ഖാൻ അങ്ങയ്ക്ക് പിതാവിന് തുല്യമാണ്. എന്നാൽ ഇത്തവണ അങ്ങയുടെ സ്വന്തം കാര്യമല്ല, ഒരു ഭരണാധികാരിയായാണ് തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് തോന്നുന്നത് മഹാമംഗയുടെ തീരുമാനമാണ് ശരിയെന്നാണ്. ജലാൽ, അധികാരത്തിലിരിക്കുന്ന ഒരാൾ ആരുടെയെങ്കിലും മകനോ സഹോദരനോ ഒക്കെ ആകുന്നത് പിന്നീടാണ്. ആദ്യം അദ്ദേഹം ഒരു ഷെഹൻഷായാണ്. ഒരു ഷെഹൻഷായുടെ ആദ്യത്തെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ കുലത്തിന്റെയും പിന്നെ രാജ്യത്തിന്റെ കാര്യത്തിലുമാണ്. ബൈരാൻ ഖാൻ അങ്ങയുടെ പിതാവിന് തുല്യനാണ്. എന്നാൽ ഒരു ഷെഹൻഷായുടെ മുന്നിൽ തടസ്സമായി വന്നു നിൽക്കുന്നത് സ്വന്തം പിതാവാണെങ്കിലും അത് നീക്കിയേ തീരൂ ജലാൽ. അങ്ങ് തന്നെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് ആദ്യം അങ്ങൊരു യോദ്ധാവാണെന്ന്, അയാളിൽ ഹൃദയമില്ലെന്ന്. പിന്നിന്ന് അങ്ങയുടെ മനസ്സിളകുന്നത് എന്തുകൊണ്ടാണ്? അഥവാ എന്റെ മുന്നിൽ നിൽക്കുന്നത് ജലാലാണെങ്കിൽ അദ്ദേഹം ബൈരാൻ ഖാനോട് ക്ഷമിക്കേണ്ടതാണ്. എന്നാൽ ഒരു യോദ്ധാവിനോട്, ഒരു ഷെഹൻഷായോട് നാം ഇതേ പറയുകയുള്ളൂ, അധികാരം തെളിയിക്കണമെന്ന്, അങ്ങ് ശിക്ഷ നടപ്പാക്കണമെന്ന്, സ്വന്തം അഭിമാനത്തിനായി, ഈ കുലത്തിന്റെ അഭിമാനത്തിനായി. കാരണം നമുക്കറിയാവുന്ന ഷെഹൻഷാ, അദ്ദേഹം ഓരോ യുദ്ധവും വിജയിക്കാറുണ്ട്, ഓരോ വെല്ലുവിളിക്കും ഉത്തരം നൽകാറുണ്ട്. ഇനി വെല്ലുവിളിക്കുന്നയാൾ സ്വന്തം പിതാവായാൽ കൂടി. നീ പറഞ്ഞതാണ് ശരി റുക്കിയ. ഇപ്പോൾ ജലാൽ അദ്ദേഹത്തിന്റെ കാൻബാബയെ കാണാനല്ല പോകുന്നത്. ഒരു ബാദ്ഷാ, ഒരു കുറ്റവാളിയാണ് കാണാൻ പോകുന്നത്. ഇന്ന് നാം നിങ്ങൾക്കൊരു സഹായമാണ് ചെയ്തത് മഹാമംഗ, മറന്നുപോകരുത്. നമുക്ക് ആവശ്യം വരുമ്പോൾ ഈ സഹായത്തിലുള്ള പ്രതിഫലം നാം ആഗ്രഹിക്കും. എന്താ നമുക്ക് അറിയാൻ സാധിക്കുമോ റുഖിയ ബീഗം, പെട്ടെന്ന് നമ്മോട് ഈ അലിവ് എന്തിനാണെന്ന്? അതിനതിൻ്റെതായ കാരണമുണ്ടാകും. നമുക്കറിയാവുന്നിടത്തോളം എപ്പോഴാണോ ബൈരാൻ ഖാൻ ജലാലിന്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നത് അതുവരെ അദ്ദേഹം ശരിയായ രൂപത്തിൽ ഷെഹൻഷായായി മാറുകയില്ല. നാം ശരിയായ രൂപത്തിൽ റാണിയുമാകില്ല. അവിടത്തേക്ക് ബൈരാൻ ഖാനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം. നമുക്കെല്ലാ കാര്യത്തിലുമുള്ള ജലാലിന്റെ സ്വാതന്ത്ര്യവും. കാരണം എന്തു തന്നെയായാലും റാണി, ഇന്ന് അവിടുന്ന് നമ്മോട് കാണിച്ചത് അതിന് നാം വാക്ക് നൽകുകയാണ്. നാം അവിടുത്തെ ഈ സഹായം എന്നും ഓർമ്മിക്കുന്നതാണ്.
പോരാടാനുള്ള സമയം വന്നിരിക്കുന്നു. നമ്മുടെ ശത്രുക്കൾ നടത്തിയ വെല്ലുവിളികൾക്കെല്ലാം അതിന്റെ എല്ലാം ഉത്തരം നാം നൽകിയിരിക്കും. ആക്രമിക്കൂ! നമുക്ക് വളരെ വലിയ തെറ്റാണ് പറ്റിയത്. ബാദ്ഷായ്ക്കെതിരായി പ്രവർത്തിച്ചത്. നാം വളരെ ലജ്ജിതനാണ്. ഇപ്പോൾ കൊട്ടാരത്തിൽ കഴിയാനുള്ള അവകാശം ഇല്ലാതായിരിക്കുന്നു. ആരുടെയും മുഖത്ത് പോലും നോക്കാൻ സാധിക്കുന്നില്ല. എവിടേക്കും പോകാൻ സാധിക്കുന്നില്ല. കാരണം ഇതാണ് നമ്മുടെ വീട്. ഇവിടമാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് അങ്ങയോടൊരു കാര്യം അപേക്ഷിക്കുകയാണ്. ഇന്നുവരെ ബൈറാം ഖാൻ അങ്ങേക്കൊരു കവചമായി നിലകൊണ്ടു. ഇന്ന് സ്വന്തം വാളുകൊണ്ട് അങ്ങ് നമ്മുടെ ശിരസ് ഈ നിമിഷം ഭേദിച്ചാലും അങ്ങേ മുഗൾ വംശത്തിനെതിരായി ചെയ്ത തെറ്റുകളെല്ലാം തന്നെ നാം സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അങ്ങ് നമ്മോട് ചോദിച്ചത് ഒരിക്കലും നമുക്ക് ചെയ്യാനാകില്ല. ആരാണോ നമ്മുടെ ശിരസിലെ കിരീടമായി നിലകൊണ്ടത് അയാളുടെ ശിരസ് ഭേദിക്കാൻ എങ്ങനെയാണ് നമുക്ക് കഴിയുക? എന്താണോ നടന്നത് അത് മറന്നേക്കോ. നാം അങ്ങയ്ക്ക് 3 വഴികൾ നൽകുകയാണ്. ആദ്യത്തേത്, അങ്ങ് സൈന്യത്തിന്റെയും രാജ്യത്തിന്റെയും ഒരു ശക്തിയായി നിലകൊള്ളുക. രണ്ടാമത്തേത്, അങ്ങ് എന്നും നമ്മുടെ കാവൽക്കാരനായി തുടരുക. പിന്നെ മൂന്നാമത്തേത്, അരുത് ജലാൽ. ഒരിക്കലും ഒരു ദ്രോഹിയോട് ഇത്രയധികം ദയ കാണിക്കുക ഈ പാഠം നാം അങ്ങേക്ക് പറഞ്ഞു തരാത്തതാണ്. എന്നാൽ ഒരു ദ്രോഹിയും ഒരു പിതാവും തമ്മിൽ വ്യത്യാസമുണ്ട് ഖാൻ ബാബ. നാം തഹദ്ബലിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചത് എന്തെന്നാൽ അദ്ദേഹം നമ്മുടെ പിതാവിന്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ടാണ്. അങ്ങ് ജീവിതകാലം മുഴുവൻ നമ്മുടെ പിതാവിന്റെ സ്ഥാനത്താണ് കഴിഞ്ഞത്. നമുക്കങ്ങ് ഈ ദ്രോഹിയെ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഇനി പറയൂ, ഏതുപായമാണ് അങ്ങ് സ്വീകരിക്കുക? ജലാൽ, ബൈറാം ഖാന് ബാദ്ഷാഹണമെന്നുള്ള ചിന്ത ഒരിക്കലും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴുമില്ല. പിന്നെ ഒരു സംരക്ഷകന്റെ കാര്യം. ഇപ്പോൾ അങ്ങ് എല്ലാ അർത്ഥത്തിലും ബാദ്ഷയായി മാറിയിരിക്കുന്നു. അങ്ങേക്ക് ബൈറാം ഖാന്റെ യാതൊരു ഉപദേശത്തിന്റെ ആവശ്യമില്ല. അങ്ങേക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. നാം നമ്മുടെ തെറ്റുകളുടെ ഭാരം ഇറക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നതിപ്പോൾ ഹജ്ജിനായി പോകണമെന്നാണ്. നമുക്ക് ഈ അവസ്ഥയിൽ അതിന് അനുവാദം നൽകാനാകില്ല. അഥവാ ഇത് നമ്മുടെ അവസാനത്തെ ആഗ്രഹമാണെങ്കിലോ സാധിച്ചു തരില്ലേ? നമുക്കറിയാം ഒരു ബാദ്ഷായ്ക്ക് ഇത് പറയുക പ്രയാസകരമാണെന്ന്. എന്നാൽ ജലാലുദ്ദീന് അവന്റെ ഖാൻ ബാബയുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പടത്തലവൻ ബൈറാം ഖാൻ
സ്വന്തം കുടുംബത്തോടൊപ്പം ഇവിടെ നിന്നും യാത്രയാകുന്നു. അതിനായി കടന്നു വരികയാണ്. ഒരിക്കൽ അങ്ങ് നമുക്ക് ഈ ഉടവാൾ നൽകിയത് നമ്മുടെ സുരക്ഷയ്ക്കായാണ്. ഇന്നത് നാം അങ്ങേക്ക് നൽകുകയാണ്, യാത്രയിൽ അങ്ങയുടെ സുരക്ഷയ്ക്കായി. അരുത് ജലാൽ, ഈ ഉടവാൾ അങ്ങ് തന്നെ സൂക്ഷിച്ചുകൊള്ളുക. കാരണം ഇത് ഹിന്ദുസ്ഥാന്റെ ബാദ്ഷായെ സംരക്ഷിക്കാനുള്ളതാണ്. അങ്ങേക്ക് ഓരോ പോരാട്ടത്തിലും വിജയിക്കാനായി ഈ ഉടവാൾ അങ്ങയുടെ പക്കൽ സൂക്ഷിക്കുക. കാരണം ഈ ഉടവാൾ അങ്ങേക്ക് ഖാൻ ബാബയുടെ ഓർമ്മകൾ ഉണ്ടാക്കുന്നതാണ്. പോകരുത്, പോകാതിരിക്കൂ ഖാൻ ബാബ. സ്വന്തം തീരുമാനം അങ്ങ് മാറ്റിയാലും. തീരുമാനം മാറ്റാൻ സാധിക്കും ജലാൽ, എന്നാൽ അവസാന ആഗ്രഹമല്ല. നാം ഇത് പ്രാർത്ഥിക്കുന്നതാണ്. മക്കയിലും മദീനയിലും എത്താനുള്ള മോഹം പൂർത്തിയായാലും ഇല്ലെങ്കിലും അങ്ങ് തീർച്ചയായും ഒരു ധീരനായ ബാദ്ഷായായി മാറുന്നതാണ്. നാം ഇതും പ്രാർത്ഥിക്കുന്നതാണ്. അങ്ങ് ഇവിടുത്തെ ഏറ്റവും വീരനും സമർത്ഥനുമായ ബാദ്ഷായായി അറിയപ്പെടണമെന്ന്. യാ അല്ലാഹ്, നാം ഉണ്ടായാലും ഇല്ലെങ്കിലും അങ്ങയുടെ ദയ എപ്പോഴും ജലാലിന്റെ കൂടെ ഉണ്ടായിരിക്കണം. ആമീൻ. സുമാമി. മുത്തശ്ശി, ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് നോക്കൂ. അല്ല, നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? എന്നെ കൂടി കാണിക്കുന്നേ. ആഹാ, കൊള്ളാലോ. എത്ര ഭംഗിയുള്ള ആഭരണങ്ങളാ. മുത്തശ്ശി, ഇതിൽ ഏതാ എനിക്കുള്ളത്? എനിക്കറിയായിരുന്നു നീ ഇത് ചോദിക്കുമെന്ന്. ഈ ആഭരണങ്ങൾ നിനക്ക് വേണ്ടിയല്ല, ജ്യോതിക്ക് വേണ്ടിയാണ് തെരഞ്ഞെടുത്തത്. അതെന്താ? അല്പ ദിവസത്തിനുള്ളിൽ ഭാൻപൂരിൽ നിന്നും രജപുത്രരെല്ലാം അമീറിലേക്ക് വരിക. ജ്യോതയും സൂര്യപാനും തമ്മിലുള്ള വിവാഹ ദിവസം തീരുമാനിക്കാൻ. എന്റെ ഈശ്വര, അത് പ്രശ്നമാകുമല്ലോ. അഥവാ തീയതി നിശ്ചയിച്ച പിന്നെ ജ്യോത ജ്യേഷ്ഠത്തിക്ക് നമ്മുടെ ഭാവി ജ്യേഷ്ഠനെ ഒന്ന് കാണാൻ കൂടി സാധിക്കില്ലല്ലോ. അതെന്തുകൊണ്ടാ? അതെന്തിനാണെന്നോ? വിവാഹ തീയതി തീരുമാനിച്ച വധുവും വരനും പരസ്പരം കാണാനേ പാടില്ല.
സംസാരിക്കുന്നത് പോയിട്ട് ചടങ്ങ് കഴിയുന്നത് വരെ അവർക്ക് പരസ്പരം മുഖം കാണിക്കാൻ പോലും കഴിയില്ല.